നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് തലവര. വളരെ നന്നായിട്ടാണ് അർജുൻ അശോകൻ ഈ സിനിമയ്ക്കകത്ത് ആക്ട് ചെയ്തിരിക്കുന്നത്. ചില സീനുകളുണ്ടല്ലോ ഇമോഷണലി നല്ല രീതിയിൽ കരയിപ്പിച്ചു. എനിക്ക് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് അങ്ങനെയാണ്. ചില സീനുകൾ, അഭിനയിച്ചിരിക്കുന്ന ഷോട്ടുകൾ എനിക്കതൊക്കെ റിലേറ്റബിൾ ആണ്. ബിക്കോസ് ഞാനൊരു ആക്ടറാണ്. ഇപ്പോൾ ആ ഓഡീഷന് പോകുന്ന സീനൊക്കെ എനിക്ക് നന്നായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം ഫസ്റ്റ് ഓഡീഷൻ നമ്മൾ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന സെലക്ഷൻ കിട്ടിയിട്ട് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, പിന്നീട് നമ്മൾ സെറ്റിലോട്ട് പോകുമ്പോൾ അതൊരു ചെറിയൊരു ക്രൗഡ് സീനാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് തൊട്ടടുത്തേക്കുന്ന സുഹൃത്ത് ഫസ്റ്റ് ടൈം ആണല്ലേ. ഇതൊക്കെ നമ്മൾ എൻ്റെ ലൈഫിലൊക്കെ ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്ട് ആയ ഒരു സീനുണ്ട്. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, എടാ നിൻ്റെ മോന്ത ഉണ്ടായാലും മതി, നിന്നെ ഇപ്പോൾ സ്റ്റാറാക്കുമെന്നാണ് നിൻ്റെ വിചാരം എന്ന് പറയുന്ന ആ ഡയലോഗ്. പുള്ളിക്കാർ ആ ഒരു വിഷമത്തോടെ വീടിന് വെളിയിലോട്ട് ഇറങ്ങി പോകുന്നത്, ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത്, ഇതൊക്കെ ഞാനും എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാനും ആ ഒരു സീൻ എനിക്ക് പേഴ്സണലി നല്ല റിലേറ്റബിൾ ആണ്. ഒരു ബസ് സ്റ്റോപ്പിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് ഒന്നുമില്ലാതെ എൻ്റെ ഉണ്ടായിരുന്ന ജോലി പോയി, കൂടെയുള്ള എല്ലാവരും, ഏതൊരു ആക്ടറും അയാളുടെ സക്സസിന് തൊട്ട് മുന്നേ വരെ ഇതേപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ആ സിനിമയ്ക്കകത്തൊരു സീനുണ്ട്, തിയേറ്ററിലോട്ട് ഫാമിലിയും കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ അതേപോലെ ഒരു സിറ്റുവേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞവരൊക്കെ ഫ്രണ്ടിൽ കൂടെ ബിഗ് സ്ക്രീനിലോട്ട് ഞാൻ വന്നിട്ടുണ്ട്. അത് എനിക്ക് അപ്പം കിട്ടിയൊരു ഫീലുണ്ട്. നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞിട്ട് അത് അച്ചീവ് ചെയ്തിട്ട് ആ ഒരു ബിഗ് സ്ക്രീനിലോട്ട് വന്നപ്പോൾ കിട്ടിയ ഒരു സന്തോഷമുണ്ട്. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ ലൈഫിൽ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ സിനിമ കളിക്കുന്ന മറ്റൊരു സീനുണ്ട്. നമ്മൾ ഏതൊരു ഓഡിഷന് പോകുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് സിനിമാ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ ആദ്യം ഓഡീഷൻ വഴി പരിചയപ്പെട്ട് ഇപ്പോഴും ആ സിനിമയുടെ അഡിക്ഷനായിട്ട് നടക്കുന്നത്, സിനിമയിൽ വന്നവരുണ്ട്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരെ അക്കൗണ്ട്സ് ഒക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. വർഷങ്ങളായിട്ട് ഇപ്പോഴും ആ സുഹൃത്തുക്കളുണ്ട്. നമ്മൾ രക്ഷപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും വരുവാടാ എന്നുള്ളൊരു വിശ്വാസത്തോടെ ഇപ്പോഴും ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സിനിമയുടെ പുറകെ പോകുന്നുണ്ട്. എന്തോ ഈ സിനിമ കാണുമ്പോഴെല്ലാം എനിക്ക് ആ സീനുകളെല്ലാം റിലേറ്റബിൾ ആണ്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് എപ്പോഴും കേൾക്കുന്നതാണ്, ഈ സിനിമ ഒരു ജോലിയല്ല, ഇതൊന്നും ഒരു ജോലിയല്ല, സ്ഥിര വരുമാനമുള്ളതല്ല. ആയിക്കോട്ടെ, ഇതും ജോലിയാണ്. ഇതിൻ്റെ പുറകെ പോകുന്നവരും കഷ്ടപ്പാടുണ്ട്. പേയ്മെൻറ്റ് പോലും വാങ്ങാതെ ഞാനും പോയി നിന്ന് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് അതിനകത്ത് സ്ക്രീനിൽ പോലും കാണിക്കാതൊക്കെ വരുമ്പോൾ വളരെ വിഷമത്തോടെ ആ സെറ്റിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി വരേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ 2.5 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യുന്നത് ഏതൊരു കലാകാരനും പറയാനുണ്ട്. അവൻ്റെ വേദനിപ്പിക്കുന്ന ഒരുപാട് സ്റ്റോറികൾ. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ചിലപ്പോൾ വിട്ടിട്ടായിരിക്കും സിനിമയുടെ പുറകെ പോകുന്നത്. അതിന് ഏക ഒരു തെളിവ് തന്നെയാണ് ഇതേപോലത്തെ സിനിമകൾ. അപ്പോൾ എല്ലാവരും തലവര മൂവി പോയി കാണുക. അർജുൻ അശോകൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്തതിന്.